ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ 45-ാം വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ മഹാവിസ്മയം. ബെഡ് ഒന്നിനൊന്ന് ഫ്രീ. സ്റ്റീൽ അലമാര 5500 രൂപ മുതൽ. സെറ്റി സെറ്റ് 7500 രൂപയ്ക്ക്. സ്പ്രിംഗ് ബെഡ് 6750 രൂപ. വുഡൻ അലമാര 23000 രൂപയ്ക്ക്. കോർണർ സെറ്റി 13990 രൂപ. വുഡൻ സെറ്റിയോടൊപ്പം ദിവാൻ കോട്ട് 18990 രൂപയ്ക്ക്. കട്ടിലുകളുടെ മനോഹരങ്ങളായ 108 മോഡലുകൾ. കട്ടിലും ബെഡും ചേർന്ന് 4900 രൂപയ്ക്ക്. എല്ലാവിധ ഓഫീസ് ഫർണിച്ചറുകളുടെയും വൻ ശേഖരം. എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൗകര്യം. 20,000 സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, സാനിയ തിയേറ്ററിന് എതിർവശം, എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസേൺ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട്, എരമല്ലൂർ. 45 വർഷത്തെ പാരമ്പര്യമാണ്. പെട്രോളിൽ എഥനോൾ കലർത്തൽ വാഹന ഉടമകളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് RSP ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ. പെട്രോളിൽ എഥനോൾ കലർത്തുന്നതിൽ വാഹന ഉടമകൾക്കുള്ള ആശങ്ക പരിഹരിക്കണമെന്ന് RSP ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ ആവശ്യപ്പെട്ടു. 20% ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുവാൻ ഏർപ്പെടുത്തിയ പരിഷ്കാരത്തിലൂടെ വാഹനങ്ങളുടെ ഇന്ധനക്ഷമത കുറയ്ക്കുന്നതിന് ഇടവരുത്തിയിരിക്കുന്നു. ഇതിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നില്ല. അമേരിക്കയിലെയോ ബ്രസീലിലെയോ സാഹചര്യം എഞ്ചിനുകളുടെ സാങ്കേതികത കൊണ്ടും കാലാവസ്ഥ കൊണ്ടും വ്യത്യാസമാണ്. സ്വതന്ത്രമായ ശാസ്ത്രീയ പഠനങ്ങൾക്ക് ശേഷം മാത്രമേ ഇന്ത്യയിൽ ഇത് വ്യാപകമാക്കുവാൻ പാടുള്ളൂവെന്ന് അങ്കമാലി കാര്യവിചാര സദസ്സിന്റെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന എഥനോൾ സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KK ജോഷി അധ്യക്ഷത വഹിച്ചു. NP അവറാച്ചൻ, പോളി പഞ്ഞിക്കാരൻ, ചെറിയാൻ മാഞ്ഞുരാൻ, വർഗീസ് പരിയാടൻ എന്നിവർ പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ KK ജോഷി, ശ്രീ ചെറിയാൻ മാഞ്ഞുരാൻ, ശ്രീ ജോർജ് സ്റ്റീഫൻ, ശ്രീ വർഗീസ് പരിയാടൻ, ശ്രീ അവറാച്ചൻ, വേണ്ടുള്ള സുഹൃത്തുക്കൾ, ലോകത്തിലെ ഏറ്റവും അധികം എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ്. അമേരിക്കയിൽ എഥനോൾ ഉപയോഗിച്ച് 10% പെട്രോൾ 10%മാണ് പെട്രോളിൽ എഥനോൾ ഉപയോഗിക്കുന്നത്. ഈ 10% എന്നത് അമേരിക്കയിൽ 100% എഥനോൾ ഉപയോഗിച്ച് കൊടുക്കുന്ന വാഹനങ്ങളുമുണ്ട്. ലോകത്തിൽ ഏറ്റവും അധികം എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് അമേരിക്ക. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബ്രസീലാണ്. ബ്രസീലിൽ എഥനോൾ ഉപയോഗിക്കുന്നത് പെട്രോളിൽ 25%. 3ാം സ്ഥാനത്താണ് എഥനോൾ ഉൽപ്പാദനത്തിൽ ഇന്ത്യ വരുന്നത്. ഇന്ത്യയിൽ 2023 വരെ എഥനോളിൻ്റെ ഉപയോഗം പെട്രോളിൽ 10%. അത് പിന്നീട് 14% പിന്നീട് അത് 19% പിന്നീട് ഈ കൊല്ലം ആദ്യത്തെ 20% ഇപ്പോൾ അത് 25% വേണ്ടിയുള്ളതായ നടപടികളിലേക്ക് പോവുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഇത് ഇന്ത്യ രാജ്യത്ത് വലിയൊരു വിവാദമായി, വലിയൊരു ചർച്ചയായി മാറുന്നത്. ഇത് പ്രധാനമായും ഒരു വിവാദമായും ഒരു ചർച്ചയായി മാറാനുള്ളതായ മൂല കാരണം ഗവൺമെൻറ് ഏതൊരു ജനങ്ങളെ ബാധിക്കുന്നതായ വലിയൊരു സമീപനം കൈക്കൊള്ളുമ്പോഴും അത് വ്യാപകമായൊരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അതൊരു തീരുമാനത്തിലെത്താവൂ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ യാതൊരുവിധ ചർച്ചകളും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പൊതുജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിനാവശ്യമായ യാതൊരുവിധ നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതാണ് ഇതിലെ മൂലമായ ഒരു പൊതുജനങ്ങളിൽ വളരെയധികം സംശയങ്ങളും ഉയർത്തുന്നതായ ആദ്യ കാരണം. രണ്ടാമത്, ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് വലിയ നേട്ടമാവുന്നത് കാർബൺ എമിഷനെ ഇത് വലിയ തോതിൽ തടയുമെന്നാണ്. അത് തടയുമെന്നുള്ളതിന് തെളിയിക്കേണ്ടതായ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ളതായ വിദഗ്ധരുടെ ആരുടെയും അഭിപ്രായങ്ങൾ പൊതുജനങ്ങൾക്ക് ശ്രദ്ധിക്കാനോ പൊതുജനങ്ങൾക്ക് ശ്രമിക്കാനോ പറ്റത്തക്ക രീതിയിൽ യാതൊരു നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യമായി സർക്കാർ പറയുന്നത് ഇത് ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ കർഷകർക്ക് ഇത് ഗുണമായി ഭവിക്കുമെന്നാണ്. അത് ഗ്രാമീണ മേഖലയുടെ സമ്പദ് വ്യവസ്ഥയെ വർദ്ധിപ്പിക്കുമെന്നാണ്, ശക്തിപ്പെടുത്തുമെന്നാണ്. ഇന്ത്യയിൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതായ സംസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശാണ്, മറ്റൊന്ന് മഹാരാഷ്ട്രയാണ്, മറ്റൊന്ന് കർണാടകയാണ്. ഈ 3 സംസ്ഥാനങ്ങളാണ് ഏറ്റവും അധികം കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തിനോ വേണ്ടി കിതയ്ക്കുന്ന എഥനോൾ, എന്തുകൊണ്ടാണ് എഥനോള് പെട്രോളിൽ ചേർക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു വിശദീകരണം ഈ പരിഷ്കാരം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പരിഷ്കാരത്തിൻ്റെ ഏറ്റവും വലിയ
ഗുണഭോക്താവ് കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരിയെ സംബന്ധിച്ച് ഇന്ത്യയിലെ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി ധാരാളം പ്രോജക്റ്റുകൾ നടപ്പാക്കി പേരെടുത്ത ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ എത്തനോളിൻ്റെ മിശ്രിതം പെട്രോളിയത്തിൽ ചേർക്കുക എന്നുള്ളതിന് അദ്ദേഹം പല ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ നടത്തുന്ന ബിസിനസ്സിൽ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എത്തനോളിൻ്റെ നിർമ്മാണത്തിന് വൻ കുതിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പെട്രോളിൽ എത്തനോള് 20% കലർത്തുവാനുള്ളൊരു തീരുമാനമെടുത്തതെന്നും കേവലം 40 കോടി രൂപ ലാഭം കിട്ടിയ നിതിൻ ഗഡ്കരിയുടെ മകൻ്റെ വ്യവസായ സ്ഥാപനത്തിന് കഴിഞ്ഞ വർഷത്തെ ലാഭം 500 കോടിയാണ് എന്നും ആരോപണമുണ്ട്. അത്രമാത്രം വലിയ ഒരു വികസനം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ സംഭവിച്ചപ്പോൾ അതിന് ഇന്ത്യയിലെ വാഹന ഉടമകൾ കൊടുത്ത വില എന്താണ്, അല്ലെങ്കിൽ അവർക്കുണ്ടായ നഷ്ടം എന്താണ് എന്നുള്ളതിനെപ്പറ്റി വാഹന നിർമ്മാതാക്കൾക്കോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ ഒന്നും വ്യക്തമായ ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇന്ധനക്ഷമത കുറയുന്നുണ്ട് എന്ന് സമ്മതിക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ധനക്ഷമത കുറയുമെങ്കിൽ അതുകൊണ്ടുള്ള ലാഭം നിതിൻ ഗഡ്കരിയുടെ കുടുംബത്തിന് മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് വലിയൊരു അഴിമതിയുടെ ഭാഗമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഒരു ഭരണപരിഷ്കാരം വരുത്തുമ്പോൾ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിലും വലിയൊരു മാറ്റത്തിന് നാന്ദി കുറിക്കുന്ന പെട്രോളിലേക്ക് എത്തനോൾ ചേർത്തിട്ടാണ് സർക്കാർ വെക്കുന്നത്. അപ്പോൾ അത് സർക്കാർ പറയുന്ന ഇതിനകത്ത് വായു മലിനീകരണം കുറയുന്ന പറയുന്നത്. പക്ഷേ വായു മലിനീകരണം കുറയാനായിട്ട് E10 പെട്രോൾ വന്നിട്ട് വായു മലിനീകരണം കുറയല്ല ചെയ്യുന്നത്, വായു മലിനീകരണം കൂടുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ പല വാഹനങ്ങൾക്കും നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാൻ പോയി ചെന്ന് കഴിയുമ്പോൾ ഈ E10 പെട്രോൾ അടിച്ചതിൽ നിന്ന് നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ് കിട്ടില്ല. അത് 95 ഒക്ടേൻ പെട്രോൾ അടിച്ചാൽ മാത്രമാണ് നമുക്ക് അതിനകത്ത് പൊല്യൂഷൻ കുറയുന്നുള്ളൂ. നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാർബൺ കണ്ടൻറ്റും ഇതൊക്കെ കൂടുതലാണ് E10 പെട്രോളിൽ. E10 പെട്രോളിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പല വാഹനങ്ങളിലും E10 ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്രോളിൻ്റെ ലീക്ക് കാണിക്കുന്നുണ്ട്, ഹൈ പ്രഷർ ലൈനിൽ പൊട്ടും. അപ്പോൾ ഈ E10 വന്നു കഴിയുമ്പോൾ എത്തനോൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ റബ്ബർ പാർട്സുകൾ, അതുപോലെ തന്നെ ഓറിങ്ങുകൾ, അതുപോലെ പമ്പുകൾ ഇതൊക്കെ ഡാമേജ് ആവുന്നുണ്ടായിരുന്നു. ഈ പെട്രോൾ ഹൈ പ്രഷർ ലൈൻ ലീക്കായിട്ട് ആ പെട്രോള് പല വാഹനങ്ങളും തീ പിടിച്ചിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ വന്ന് തന്നെ അത് അതിൻ്റെ ലീക്കൊക്കെ തീർത്ത് പെട്രോളിൻ്റെ ഓസുകൾ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ E10 പെട്രോളിന് ഇത്രയും ഡാമേജ് ഉണ്ട്. അപ്പോൾ E20ലേക്ക് വരുന്നു കഴിയുമ്പോൾ ഈ പറയുന്ന അടി തൊട്ട് മുടി വരെ ഇത് മാറേണ്ടി വരും. ടാങ്കുകൾ, ഇതിലുപയോഗിക്കുന്ന പെട്രോളിൻ്റെ ടാങ്കുകൾ പ്ലാസ്റ്റിക് ആക്കണം. പ്ലാസ്റ്റിക് വരുമ്പോൾ അതിന് കൂടിയ പെട്രോൾ ഈ PS16 പ്ലാസ്റ്റിക് ആക്കണം. നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് മെറ്റലിൻ്റെ ടാങ്കാണ് ഉള്ളതെങ്കിൽ ഇതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. വാട്ടർ കണ്ടൻറ്റ് വന്നു കഴിയുമ്പോൾ ഈ മെറ്റൽ ടാങ്കുകളാണെങ്കിൽ അത് തുരുമ്പെടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് പുതിയ വാഹനങ്ങൾ, ഇപ്പോൾ ഈ Euro 4 കഴിഞ്ഞതിന് ശേഷം Euro 6 വന്ന വാഹനങ്ങൾക്കൊക്കെ തന്നെ അതിനകത്ത് ടാങ്കിനകത്ത് പമ്പുണ്ട്. ഈ തുരുമ്പെടുത്ത പെട്രോൾ വലിച്ചു കയറ്റി കഴിയുമ്പോൾ ഈ ടാങ്കിൻ്റെ അകത്ത് കിടക്കുന്ന പമ്പിനകത്ത് ഒരു മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റിലേക്ക് ഈ തുരുമ്പ് കയറി പിടിക്കും. തുരുമ്പ് കയറി പിടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫീൽഡ് കോയിൽ ഷോർട്ടാവും, പമ്പ് പോകുന്നുണ്ട്. അങ്ങനെ പല വാഹനങ്ങളും ചീത്തയാവുന്നുണ്ട്. അപ്പോൾ ഹോസ് ഡാമേജായി, പമ്പ് ഡാമേജായി. ഇനി ഇതിൻ്റെ അകത്തുള്ള വേറൊരു കാരണം, അടുത്തൊരു സെക്ഷനാണ് ഇതിൻ്റെ തന്നെ ഫ്യൂൽ ഇഞ്ചക്ടറുകളാണ്. ഫ്യൂൽ ഇഞ്ചക്ടറുകളിൽ
അതിൻ്റെ ചെറിയ സോളിനോടാണ് അതിന് ഉപയോഗിക്കുന്നത്. സോളിനോഡിൻ്റെ ആ ഓറിങ്ങുകളും ഇത് ജാമാവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം E10 പെട്രോളിൽ വന്നിട്ടുണ്ട്. E20ലേക്ക് വരുമ്പോൾ അത് കൂടാനാണ് സാധ്യത. ഇനി